മുഖ്യമന്ത്രി പിണറായി വിജയൻ വാസ്തവത്തിൽ ലീഡർ കെ കരുണാകരനെ തോൽപ്പിച്ചിരിക്കുകയാണ്. പണ്ടൊരിക്കൽ പി കെ കുഞ്ഞാലിക്കുട്ടി കരുണാകരൻ്റെ മന്ത്രിസഭയിൽ നിന്ന് പോകും, മന്ത്രിസഭ വീഴും എന്നുള്ള ഘട്ടമായപ്പോൾ കണ്ണിറുക്കി ഒരു ചെറുപുഞ്ചിരിയോടുകൂടി പി കെ കുഞ്ഞാലിക്കുട്ടി സാബിനെ അദ്ദേഹം സ്വന്തം മുറിയിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ വച്ച് അദ്ദേഹം ഒരു വീഡിയോ കാണിച്ചു എന്ന് പറയുന്നതാണ്, പറഞ്ഞ് കേൾക്കുന്നതാണ്, നമ്മൾ കണ്ടിട്ടില്ല. ആ വീഡിയോ കണ്ടതോടുകൂടി മുസ്ലിം ലീഗ് അതിൻ്റെ തീരുമാനം അങ്ങ് മാറ്റി. അങ്ങനെ മന്ത്രിസഭ സുരക്ഷിതമായിട്ട് നിലനിന്നു. ലീഡറോടൊപ്പം മുസ്ലിം ലീഗ് നിന്നു. നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പല മാധ്യമപ്രവർത്തകരും പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വീഡിയോ കൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിയെടുത്ത ലീഡർ, താനൊരു ലീഡറാണെന്ന് ഉറപ്പിച്ച പ്രധാന സംഭവങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അത്. ആ ലീഡർ എന്നുള്ള പേര് കിട്ടാൻ അത് വളരെ വലിയൊരു കാരണമായി തീർന്നു. അങ്ങനെ തന്നെ വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കക്ഷികളെ ഒതുക്കാൻ അറിയാവുന്ന ഒരാളായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിനെ അദ്ദേഹം നിലയ്ക്ക് നിർത്തിയിരുന്നു. മാത്രമല്ല കേരള കോൺഗ്രസിനെയും നിലയ്ക്ക് നിർത്തിയിരുന്നു. പക്ഷേ തൻ്റെ പാർട്ടിയിലുള്ളവരെ മാത്രം നിലയ്ക്ക് നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഉദാഹരണത്തിന് അദ്ദേഹത്തിനെതിരെ ശക്തമായ പടനീക്കം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ചാരക്കേസിൽ അദ്ദേഹത്തിൻ്റെ പിടിവള്ളികളെല്ലാം വിട്ടുകൊണ്ട് കേന്ദ്ര ഇൻ്റലിജൻസ്, അത് കഴിഞ്ഞ് അന്വേഷണ സംഘങ്ങൾ ഒക്കെ അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് ഉണ്ടായത്, സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ് ഉണ്ടായത്. അപ്പം സ്വന്തം പാർട്ടിയോട് ഫലിക്കാത്തത് മറ്റു പാർട്ടികളോട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന നമ്മുടെ മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിയെ മാത്രമല്ല മറ്റു പാർട്ടികളെയും കയ്യിലെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരള കോൺഗ്രസിന് വലിയൊരു ഓഫർ കിട്ടിയതാണ് UDF നിന്ന്. VD സതീശൻ ഇനിയും വിസ്മയങ്ങൾ വരുമെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് 100% കേരള കോൺഗ്രസ് UDF വരുമെന്ന് വിചാരിച്ച് തന്നെയാണ്. അല്ലെങ്കിൽ അത്ര വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്ന ആളുമല്ല. പക്ഷേ വലിയൊരു അക്കിടി പറ്റിയതുപോലാണ് കേരള കോൺഗ്രസിൻ്റെ യാത്ര പാതി വഴിക്ക് അവസാനിച്ചു. ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു, അമ്മാത്ത് ഒട്ട് എത്തിയതുമില്ല എന്നൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അദ്ദേഹം പോയി, കൂടെ കേരള കോൺഗ്രസ്സുകാരെല്ലാം ഒഴുകി എത്തുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ അത് സംഭവിച്ചില്ല. തടയണയിട്ടത് ക്യാപ്റ്റനായ മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹം മന്ത്രിസഭയിലെ റോഷി അഗസ്റ്റിനെ, കേരള കോൺഗ്രസിൻ്റെ തന്നെ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിനെ, അദ്ദേഹം ആദ്യമായിട്ട് മന്ത്രിയാവുകയാണ്. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ജോസ് കെ മാണി പോയാലും നിങ്ങൾ പോകരുത്. അതിനു മുമ്പിൽ റോഷി അടങ്ങി, ഞാൻ പോവില്ല എന്ന് ഉറച്ചു പറഞ്ഞു. അതോടുകൂടി മറ്റൊരു MLA ആയ പ്രമോദ് നാരായണനും കൂടി ജോസ് കെ മാണിയുടെ പക്ഷം ചേർന്നു. ആ പക്ഷം ചേരലിലൂടെയാണ് കേരള കോൺഗ്രസിൻ്റെ മറുകണ്ഠം ചാടൽ തടയപ്പെട്ടത്. ജോസ് കെ മാണിക്ക് ഇപ്പോൾ തന്നെ ശക്തിയില്ല. KM മാണി പോയത് പിന്നെ കേരള കോൺഗ്രസ്സുകൾക്ക് ഒന്നിനും ഒരു ശക്തിയില്ല. പിന്നെ വിലപേശി കുറേ സീറ്റുകൾ വാങ്ങിക്കുന്നു, അതുമാത്രമേ ഉള്ളൂ. പിന്നെ കത്തോലിക്ക സഭയുടെ ഒരു സ്വാധീനമുണ്ട്. അതിൻ്റെ ഒരു ശക്തി കൊണ്ടാണ് വാസ്തവത്തിൽ ഇവരെയൊക്കെ പിടിച്ചു നിർത്തുന്നത്. അത് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ മാത്രം ഒതുങ്ങും. ഇടുക്കിയിലും കേരള കോൺഗ്രസ് ജോസഫിന് ഇടുക്കിയിലാണ് അതിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ഭൂമികയുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ളൊരു രാഷ്ട്രീയമാണ്, ബാർഗെയിനിങ് രാഷ്ട്രീയമാണ്. പരമാവധി സീറ്റുകൾ വാങ്ങിക്കുക, ജനപിന്തുണയും മാസ് ബേസും ഒന്നും ഒരു പ്രശ്നമല്ല. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വിട്ടുകളയും എന്നുള്ളൊരു ഭീഷണിക്ക് മുമ്പിൽ ഇരു മുന്നണികളും വഴങ്ങുകയാണ് പതിവ്. ഈ പ്രാവശ്യം ജോസ് കെ മാണി പോകുന്നെങ്കിൽ പോകട്ടെ. കാരണം അദ്ദേഹത്തിൻ്റെ മാസ് ബേസ് വളരെ കുറഞ്ഞു എന്നുള്ളത് നല്ല രാഷ്ട്രീയ ബോധ്യമുണ്ട് മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ട് സ്വാധീനം ചെലുത്താൻ വേണമല്ലോ. സഭയുടെ ഒരു ഭാഗം തന്നെയായിട്ടുള്ള, സഭയുടെ പിന്തുണയുള്ള റോഷി അഗസ്റ്റിനെ അങ്ങ് പിടിച്ചു. അതുതന്നെയാണ്. ജോസ് കെ മാണി ഇരുന്നാൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ബാർഗെയിനിങ് പവർ കൂടുതലായിരിക്കും. റോഷി അഗസ്റ്റിനായപ്പോൾ പണ്ട് താൻ എങ്ങനെ KM മാണിയോടൊപ്പം നിന്ന് കോഴ കേസിൽ ഒക്കെ മുഖ്യമന്ത്രിയെ അതുപോലെ തന്നെ KM മാണിയെയും എങ്ങനെ കരുതലോടുകൂടി സംരക്ഷിച്ചു അദ്ദേഹം എന്നുള്ളത് നമ്മൾ ചിത്രങ്ങളിലൂടെ തന്നെ കണ്ടതാണ്. കോഴ കേസ് വന്നപ്പോൾ വളരെ ദുർബലനായി പോയി KM മാണി ആ ഒരു നിമിഷത്തിൽ. അന്ന് അദ്ദേഹത്തിൻ്റെ ബലമായി നിന്നത് ജോസ് കെ മാണി അല്ല, റോഷി അഗസ്റ്റിനാണ്.
മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ വലങ്കൈയായി പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ മനക്ഷോഭം മൂലമുണ്ടായ വിറയൽ ഫോട്ടോയിലും വീഡിയോയിലും കാണാത്ത രീതിയിൽ സംരക്ഷിച്ചു കൊണ്ട് വന്നത് ഈ റോഷി അഗസ്റ്റിനാണ്. അന്നാണ് കെ.എം. മാണി ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചിരിയില്ലാതെ നിന്നുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തൊക്കെയോ ചില ഗൂഢാലോചനകൾ ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വാക്യം പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംരക്ഷകനും കേരള കോൺഗ്രസിൻ്റെ വിശ്വസ്തനുമായിട്ടുള്ള റോഷി അഗസ്റ്റിനെ ഇപ്പുറത്തെടുത്തു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം തന്നെ ഇല്ലാതാകുമെന്നുള്ള പൊളിറ്റിക്കൽ സ്റ്റഡിയൊക്കെ ജോസ് കെ മാണിക്കുണ്ട്. അതോടുകൂടി തന്നെ അദ്ദേഹം പോകുന്ന വഴിക്ക് അങ്ങ് നിന്നു എന്ന് മാത്രമല്ല, പിന്തിരിച്ചു കൊണ്ടുവരാൻ ഒരു പരിപാടി കൂടി മുഖ്യമന്ത്രി അങ്ങ് ചെയ്തു. അതായത് തിരുവനന്തപുരത്തിൻ്റെ കണ്ണായ സ്ഥലമാണ് കവടിയാർ. അവിടെ കെ.എം. മാണി സ്മാരകത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ സ്ഥലം അനുവദിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ പാട്ടഭൂമിയായിട്ടാണ്. ഈ പാട്ടഭൂമിയൊക്കെ നമുക്കറിയാം, പാട്ടമായിട്ട് പോവും, പിന്നെ ആർക്ക് കൊടുത്തോ അവരുടെ കയ്യിൽ തന്നെ ഇരിക്കും. റവന്യൂ വകുപ്പിൻ്റെ നിത്യ തലവേദനയാണത്. കേസുകളൊന്നും ജയിക്കുകയില്ല, ഭൂമി വല്ലവരും അടിച്ചുകൊണ്ടങ്ങ് പോകും. ഇത് കേരള കോൺഗ്രസ് ഉറപ്പായിട്ടും അവരുടെ കയ്യിൽ വെക്കും. നമുക്കറിയാമല്ലോ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം 2.5 വർഷത്തേക്കെന്ന് പറഞ്ഞ് 5 വർഷവും അവിടെ ഇരിക്കണമെന്ന് വാശി പിടിച്ച ആൾക്കാരാണ് കേരള കോൺഗ്രസ്സുകാർ. അപ്പോൾ അക്കാര്യത്തിൽ ഈ പാട്ടത്തിന് കിട്ടിയത് അവരുടെ സ്വന്തമാക്കാൻ അവർക്ക് മടിയൊന്നും ഉണ്ടാവില്ല. കവടയൂരിലെ കണ്ണായിട്ടുള്ള ഭൂമി, ചങ്കായിട്ടുള്ള ഭൂമി അവരുടെ കയ്യിൽ തന്നെ ആജീവനാന്തകാലം ഇരിക്കും, ഏത് ഗവൺമെൻറ് വന്നാലും ശരി എന്നുള്ള ഉറപ്പാണ്. അത് എത്രയാണ് സ്ക്വയർ ഫീറ്റിന് വിലയുള്ള രീതിയിൽ മുംബൈയിലെ സ്ഥലം പോലെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാർക്ക് 1 സെൻറ്റോ 1 ആറോ പോലും വാങ്ങിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വിലയേറിയ വസ്തുവാണ്. അവിടെയാണ് ഈ പരിപാടി നടക്കുന്നത്. അത് കൊടുത്തു. അതോടൊപ്പം ബാലൻസ് ചെയ്യാനായിരിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ സ്മാരകത്തിനായിട്ട് സ്ഥലം കൊടുത്തു. അപ്പോൾ സ്മാരകങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം നഗരം, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. കെ കരുണാകരൻ്റെ ഉണ്ട്. കെ കരുണാകരൻ്റെ പ്രതിമയാണെങ്കിൽ അതിൽ എഴുതി വെക്കേണ്ടി വരും കെ കരുണാകരൻ എന്ന്. കാരണം സ്ഥലം മാത്രമേ ലക്ഷ്യമാക്കുന്നുള്ളൂ. പ്രതിമയുടെ ഭംഗിയും അതിൻ്റെ ഒരു സാദൃശ്യമൊന്നും ഭംഗിയാക്കാത്ത രീതിയിൽ നിറയെ പ്രതിമകൾ കൊണ്ട് ആകെ കൺഫ്യൂഷനായിരിക്കുകയാണ് തിരുവനന്തപുരം. അവിടെയാണ് ഇനി പുതിയ പ്രതിമകൾ വരുന്നത്. കവടിയാർ എന്ന് പറയുമ്പോൾ അവിടെ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു വലിയ പ്രതിമ, ദീർഘകായ പ്രതിമ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്, പൂർണ്ണകായ പ്രതിമ, കവടിയാർ പാർക്കിൽ തന്നെ. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ഈ ബിംബങ്ങൾ കൊണ്ട് നിറയ്ക്കുക, ഒരുതരം ബിംബവൽക്കരണം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആ വിഗ്രഹ നിർമ്മാണം കൊണ്ട് തന്നെ, ബിംബ നിർമ്മാണം കൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ഇനി ഉറച്ച് ഇവിടെ തന്നെ നിൽക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇത് ഓർമ്മയിലുണ്ടാവും, പിണറായി വിജയൻ അങ്ങനെ മറക്കുന്ന ആളല്ല. തന്നോട് കാണിച്ച ഈ ചതി പോകാൻ തുടങ്ങിയത് ഒരിക്കലും മറക്കുകയില്ല. അതിന് സ്ഥലം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതിനു വേണ്ടുന്ന നടപടികളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം, പ്രത്യേകിച്ചും ജോസ് കെ മാണി കാത്തിരുന്ന് നമുക്കും കാണാം. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.